വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുമ്പളം പുട്ടുകടയിലേക്കാണ്. ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മുടെ അരൂർ ടോളിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് ഈ കുമ്പളം പുട്ടുകട വന്നത്. അവിടെ ഒരു അടയാളമായിട്ട് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ചർച്ച ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏകദേശം ഒരു 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ഇത് കടയൊക്കെ ഓപ്പൺ ആകണേ ഉള്ളായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പുട്ടും ബീഫും പത്തിരിയും ബീഫൊക്കെ അങ്ങോട്ട് മേടിച്ച് സംഭവം വന്നിട്ട് അങ്ങനെ കഴിച്ചിറങ്ങി. നല്ല ചൂട് പുട്ടായിരുന്നു, അപ്പോൾ പപ്പടവും ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയായിരുന്നു. എന്ത് പറയാനാണ്, രാത്രി അങ്ങനെ പുട്ട് കഴിക്കണമെന്ന് തോന്നിയ സമയത്താണ് നേരെ ഇവിടെ എത്തിയത്. ഒരു ദിവസം ഇവിടെ വന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാര്യം അത്യാവശ്യം നല്ല രീതിക്കുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഉള്ള പുട്ടാണ്. ബീഫും അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ എടുത്തിങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി സാധനമാണ്. അതുപോലെ തന്നെ പത്തിരിനെ കുറിച്ച് പറയുകയാണെങ്കിലും പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. പത്തിരി ചൂടൊന്നുമില്ല, പക്ഷെ ബീഫ് കറി നല്ല ചൂടായിരുന്നു. അങ്ങനെ നമ്മൾ പത്തിരിയൊക്കെ കഴിച്ചതിന് ശേഷം കായലോരത്തെ കടയായതുകൊണ്ട് കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് നേരം വ്യൂ ഒക്കെ ആസ്വദിച്ചങ്ങനെ നിന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും എറണാകുളത്തൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ ഈ കുമ്പളം പുട്ടുകടയിലൊന്ന് വന്ന് നോക്കുക. നല്ല അടിപൊളി ഒരു വൈബ് സ്ഥലമാണ്. അങ്ങനെ കായലൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സമാധാനം പുറത്ത്, പീസ് ഔട്ട്.